ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലേഷ് വൈസ്റ്റേ. സോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറച്ച് വൈറലായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതേപോലെ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാനും ഇരിക്കുന്നത്. അത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മേടിച്ചിട്ട് എങ്ങനെയായിരിക്കും എൻ്റെ സ്കിന്നിന് എഫക്റ്റ് ചെയ്യുക, അല്ല എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതൊക്കെ ഒരു വലിയൊരു ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ടീനേജ് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ബ്യൂട്ടിയൊക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ലേഡീസിനും ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ചൂട് കേട്ടോ, അത് കാരണം ഞാൻ നല്ല സെറ്റാവുന്നു. അതുകൊണ്ട് ഒരു ടിഷ്യൂ വെച്ച് കയറിയാൻ വിചാരിച്ചു. സോ നമുക്കിപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച് പർപ്പിളിൽ നിന്ന് ഇന്നലെ ഡെലിവറി ആയ പ്രോഡക്റ്റാണ് കേട്ടോ. ഇത്രയും ബൾക്കായതുകൊണ്ട് നമുക്കിതൊരു വലിയൊരു പേസ്റ്റ് ബോളിനകത്താണ് കിട്ടിയത്. അത് ഞാനെടുത്ത് മാറ്റി വീഡിയോയ്ക്ക് വേണ്ടി അത് എടുത്തിട്ട് വരേണ്ടത് പൗച്ചിലാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് കാണാം. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സുകളൊന്നുമില്ല, ഏകദേശം ഒരു 5-6 പ്രോഡക്ട്സ് ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നതാണ്. സോ എനിക്ക് മേടിക്കണമെന്ന് തോന്നി, അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിനായിട്ട് എടുത്ത പ്രോഡക്ട്സ് എല്ലാം ഞാൻ purple.com ഇത് മേടിച്ചതാണ്. അപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് എപ്പോഴും നല്ല ബ്രാൻഡോടെ കിട്ടണമെങ്കിൽ പർപ്പിളാണ് കേട്ടോ ബെസ്റ്റ് ആപ്പ്. നിങ്ങൾ എന്തായാലും പർപ്പിൾ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്തിടണം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഡോക്കിൻ്റെ 2% ഗോജിക് ആസിഡ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രെൻഡിങ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യണം, നൈറ്റ് ക്രീമാണ്, ഒരുപാട് റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനൊരു ആഡ് പെട്ടെന്ന് കണ്ടാലും ഉടനെ ഒന്നും ഞാൻ മേടിക്കില്ല കേട്ടോ. കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഇത് നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് അത്രയധികം ഉറപ്പായിട്ട് മാത്രമേ ഞാൻ ഈ പ്രോഡക്റ്റ്സ് മേടിക്കൂ. അങ്ങനെ കാത്തുകാത്തല്ല, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേ വാങ്ങിക്കത്തുള്ളൂ. കണ്ടത് പെട്ടെന്നൊന്നും എടുത്ത് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റേതായിട്ട് അത് ബെസ്റ്റാണെന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ നൈറ്റ് ക്രീമിൽ ഞാൻ ഈ സംഭവം യൂസ് ചെയ്തു. സോ കുറേ ആൾക്കാർക്ക് ഇത് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നു, കുറേ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നു. അക്കോർഡിങ് ഓരോരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ. എൻ്റേതൊരു നോർമൽ സ്കിന്നാണ്, ഡ്രൈയും അല്ല ഓയിലും അല്ലാത്ത നോർമലി നിൽക്കുന്ന ഒരു സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് എനിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആണ് കേട്ടോ കിട്ടിയത്. പുതിയ പിമ്പിൾസ് ഒന്നും മേ ബി വന്നില്ല. ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ അല്ല, നമ്മളിപ്പോൾ കാണിക്കുന്നത് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം ഈ ഒരു ക്രീം വന്നിട്ട് 4 വീക്കിൽ യൂസ് ചെയ്യണം. സോ നല്ല റിസൾട്ടുകൾ കിട്ടും എന്നാണ് അവർ പറയുന്നത്. നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത് പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇത്രയധികം ഉള്ളതുകൊണ്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. 2% ഗോജിക്ക് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ പിമ്പിൾസിൻ്റെ ആഫ്റ്റർ പാടുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുമെന്ന് ഒരു പറയും. അപ്പോൾ സൺ ടാൻ റിമൂവ് ചെയ്യും. റിസൾട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ മുഖത്തും ചെറിയ പിമ്പിൾസ് വന്നിട്ടുള്ള കുറച്ച് പാടുകളുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഈ സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയുന്നത്. നല്ല മണമാണ് കേട്ടോ. ഇന്നലെ ഒരു ദിവസമാണ് ഞാൻ ട്രൈ ചെയ്തത്. എൻ്റെ കൺസിസ്റ്റൻസി വന്നതാ ഈ ഒരു ഇതാണ്. എനിക്ക് 50 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ, സോ ഞാൻ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റനിങ് ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. അത് 10 ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. 10 ഗ്രാമിന് വരെ 95 ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിന് 50 ഗ്രാം ആണ് ഇതിൻ്റെ നെക്സ്റ്റ് റേഞ്ച് വരുന്നത്. 197 ആണ് ഇതിൻ്റെ പ്രൈസ് ടാഗ്. സോ എല്ലാവരും പറയുന്നുണ്ടല്ലേ, മേക്കപ്പിന് മുമ്പിട്ടായാലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ എല്ലാ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഭയങ്കര അധികം ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ആവുമെന്നാണ് പറയുന്നത്. കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രയൽ ഒന്ന് ചെയ്ത് നോക്കാം. അതുമാത്രമല്ല, ഞാൻ ഇതിനു മുമ്പും ചാർക്കോൾ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് 1 യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ എപ്പോഴും പീൽ ഓഫ് മാസ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് വെറുതെ വേസ്റ്റ് ആവുമല്ലോ, ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് തീരുവാണെങ്കിൽ മേടിക്കാമല്ലോ. അപ്പോൾ 10 ഗ്രാമിന് കിട്ടും. ബാക്കിയുള്ള ഈ സൈറ്റിലൊന്നും ഈ ഒരു 10 ഗ്രാം അവൈലബിൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പർപ്പിളിൽ നിന്ന് തന്നെ മേടിക്കുവാണെങ്കിൽ നല്ല ഇതായിരിക്കും. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും വലിച്ചിങ്ങനെ ഇളക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ എടുത്തിട്ട് വലിച്ചിളക്കുന്ന എന്തായാലും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. തുറന്ന് ഞാൻ ഇന്നലെ തന്നെ നോക്കി, ഞാൻ എല്ലാ പ്രോഡക്ട്സും ജസ്റ്റ് തുറന്ന് നോക്കി എന്താണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഇത് തുറന്നപ്പം തന്നെ കണ്ടോ, ജസ്റ്റ് ഇത് ലീക്കായല്ല, വന്നപ്പോൾ തന്നെ ഈ ഒരു സ്ലൈഡ് മാറ്റിയപ്പോൾ തന്നെ ആദ്യത്തെ ഗോൾഡ് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അടച്ചു വെച്ചു. ഇപ്പം കുറച്ച് ക്ലോട്ടായിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങളെ കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മെസ്സിയുടെ 2 ഫേഷ്യൽ ഷേവിംഗ് ബാം ആണ് കേട്ടോ. ഇത് അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രീയും പോസ്റ്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിഫോർ ഷേവിങ്ങിനും ആഫ്റ്റർ ഷേവിങ്ങിനും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല.
സോ അപ്പോൾ ആ ഒരു പർപ്പസിൽ കുറച്ച് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. അത് ക്ലെയിം ചെയ്യുന്ന കാര്യമാണ്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഗ്രോത്ത് ഇരട്ടിയാവോ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇത് വരൂ. കാരണം ഇപ്പം നമുക്ക് മീശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലായിരിക്കും, അവിടെയൊക്കെ നമുക്ക് ഹെയർ ഉണ്ട്. സോ നമുക്കതൊന്നും എക്സ്പോസ് അല്ല. സോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല കട്ടിക്ക് ആണുങ്ങളെ പോലെ വരൂ ഇല്ലെന്നൊക്കെ നമുക്ക് ഒരിതായിരിക്കും. അങ്ങനെയൊന്നും കേട്ടോ, ജനറ്റിക്കാണ്. സോ ഇല്ലെന്ന് അറിയാം, പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് എൻ്റെ കല്യാണത്തിന് പോലും ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അറിയാം ഇപ്പം കുറച്ച് അഡ്വാൻസ് ആണ് ഇങ്ങനെയുള്ള ആഡിലൊക്കെ സംഭവങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നതനുസരിച്ച് കേൾക്കാം. പിന്നെ ഞാൻ അത് പറഞ്ഞ ശേഷം കേട്ടതിന് ശേഷമാണോ എന്തോ എനിക്കും കുറേ ഹെയർ ഉണ്ടോ ഇല്ലേ എന്നൊരു ഡൗട്ട്. വൃത്തികേടായിട്ടൊന്നും എനിക്കങ്ങനെ ഫേഷ്യൽ ഹെയർ ഒന്നും ഇല്ല. പക്ഷേ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല. അതും എന്തായാലും എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് എന്തായാലും ബാം വേണമല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പർപ്പിൾ ആദ്യം ചെക്ക് ചെയ്ത സമയത്ത് വിങ്ങിൻ്റെ ബ്ലേഡും ബാമും എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കോംബോ ബേസിൽ ഇത് മൂന്നും ചേർന്നിട്ടുള്ള റേറ്റാണ് പർപ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചത് 146 ആണ്. ഇപ്പം ഞാൻ നോക്കിയപ്പം 169 ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. സോ പർപ്പിളിൽ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമായിട്ട് വരും. ഇങ്ങനത്തെ പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് ഡയറക്റ്റും പോയി മേടിക്കാം കേട്ടോ. ഡയറക്റ്റിൽ ഇവർ 19 ആണ് കേട്ടോ കാണിക്കുന്നത്. പർപ്പിളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് 140 150 തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ അടുത്ത അലോവേര ജെല്ലാണ് ഇതിൻ്റെ മെയിൻ സാധനം. സോ നല്ല മണം കേട്ടോ. ഫേസിൽ നല്ലൊരു മോയ്സ്ചറിങ് ആണ് കേട്ടോ കിട്ടുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ. ഫേഷ്യൽ ഷേവിങ് ബാമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവലും കൂടെ മേടിക്കണ്ടേ. അങ്ങനെ കോംബോ ബേസിൽ മേടിച്ച അടുത്ത പ്രോഡക്റ്റ് ഇതാട്ടോ. ഫാർമസിയുടെ തന്നെ വുമൺ ഫേഷ്യൽ ഹെയർ റിമൂവലാണ് കേട്ടോ. കോംബോ ബേസിലാണ് ഇത്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഐബ്രോയും കൂടെ നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ്. ഓരോരുത്തർ റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും മേടിച്ചത്. പക്ഷേ ഈ സാധനം നേരിട്ട് കണ്ടപ്പോൾ ഒരു ആ ഒരു സ്ട്രക്ചറും ആ ഒരു ഫിനിഷിങ്ങും കണ്ടോ, അറിയാത്ത ആൾക്കാർക്ക് പോലും ഇങ്ങനെ ആക്കാം. ക്യാപ്പ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ഇത് ഫേഷ്യൽ ഈ സംഭവം ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് മുറി അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ ഇത് രണ്ടും ആക്കിയിരിക്കുന്നത്. നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഐബ്രോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് ഐബ്രോ റിമൂവ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ അല്ലാതെ നമ്മൾ ത്രെഡ് ചെയ്യുമായിരുന്നു ചെയ്തത്. ഈ രണ്ട് പണികളും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല കഴിവുള്ളവർ അല്ലെങ്കിൽ വരയ്ക്കാനൊക്കെ കഴിവുള്ള ആൾക്കാർക്കല്ലേ ഇതൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് ഡെഫിനിഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഐബ്രോൻ്റെ ഈ സംഭവം ഈ ചേനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. ചേനിപ്പം ഇല്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ ലീവിന് കഴിഞ്ഞ് നാട്ടിൽ വരുവാണ് കേട്ടോ. അപ്പോൾ ഈ ചേനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഷോപ്പിൽ പോകാനുള്ള ടൈമൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. സാധനം ഉണ്ടെങ്കിൽ നമ്മളിനി ഒരിക്കലും അല്ലാണ്ട് ത്രെഡ് ചെയ്യാനായിട്ട് പോകത്തില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടി എന്നാണ്. അപ്പം ചേന് നല്ല രീതിക്ക് തന്നെ എനിക്ക് എടുത്തു തരാൻ പറ്റും. ഐബ്രോക്കെ എനിക്ക് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. കുറേ നാളായി, ഇപ്പം മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ. ജനുവരിയിലൊക്കെ എന്തോ ചെയ്തതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ചെയ്തിട്ടില്ല. സോ ചേൻ വന്നിട്ട് ഐബ്രോ റിമൂവ് ചെയ്യണം. ഫേഷ്യൽ ഹെയർ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേറ്റ് 149 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത്. സിംഗിളായിട്ട് മേടിക്കാൻ പറ്റും, കോംബോ ബേസിൽ മേടിക്കും. കോംബോ മേടിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടും കൂടെ 149 അത്ര 150 അത്രയല്ലേ ഉള്ളൂ. സോ നമുക്കൊരു നഷ്ടവും വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ് ആട്ടോ. NYBയുടെ ഫൈൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് നെക്സ്റ്റ് കാണിച്ചു തരാം. 5 അപ്പോൾ 5 കളേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ ക്യാപ്പ് ഇതാണ്. ഞാനിതൊരു ആടി കണ്ടപ്പോൾ തന്നെ വെച്ച് കൊള്ളാമല്ലോ. കാരണം ഞാൻ ഒരു ലിപ് ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പല പല കളറ് ലിപ്സ്റ്റിക്കും ഷെയ്ഡും ഉണ്ടെങ്കിലും എനിക്ക് ആ റെഡ് കളറ് ഭയങ്കര ഇതായിട്ട് തോന്നിയുണ്ട്. ഞാൻ എപ്പോഴും അത് മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ചില ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. അങ്ങനെ വിചാരിച്ച് അപ്പോൾ നമുക്ക് 5 ലിപ്സ്റ്റിക്കും കിടന്ന് മേടിക്കേണ്ട എന്ന രീതിയിലാണ് ഈ ഒരു മിനി പാക്കിൻ്റെ NYBയുടെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കണ്ട് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടത്. ഇന്നലെ വന്ന് ജസ്റ്റ് ഞാൻ ഓരോന്നൊക്കെ എടുത്തിങ്ങനെ അപ്ലൈ ഒക്കെ ചെയ്ത് നോക്കിയാട്ടോ. ഇതൊരു ക്രയോൺ ബേസിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. സോ നമുക്ക് ഈ ടോപ്പിലെ ലിപ്സ്റ്റിക്ക് എടുക്കണമെങ്കിൽ വേണ്ടേ, അല്ല പണ്ട് നമുക്ക് പെൻസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ഓപ്പൺ ഒന്നും ചെയ്യാൻ നല്ലതായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ മാറ്റി അടിയിലിങ്ങനെ കൊടുക്കുമ്പോൾ ഈ സാധനം ഭയങ്കര. അപ്പോൾ ഏത് ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്,
കുറച്ച് ടൈറ്റാണ്. ഒരു 5 ബേസിക്കായിട്ട് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് എന്ന് വെച്ചാൽ ഹാപ്പി ഹ്യൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അതായത് ഇതിനകത്തെല്ലാം റെഡിൻ്റെ പല വേരിയേഷനാണ് വരുന്നത്. ഞാൻ എൻ്റെ ഒരു കോംപ്ലക്ഷനും എൻ്റെ ഒരു സ്കിൻ ടോണിനനുസരിച്ചിട്ട് എനിക്കൊരു റെഡ് കളറാണ് എപ്പോഴും മാച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ച് കോംപ്ലക്ഷനും അനുസരിച്ചിട്ട് വേണം ഓരോ ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഹാപ്പി ഹ്യൂടെ തന്നെ സെലക്ട് ചെയ്തത്. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം. ഞാൻ റെഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റെഡിൻ്റെ പല പല വേരിയേഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത്. ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രയോൺ ബേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സാധനം കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം. ഓരോന്നും 6.5 ഗ്രാംസേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ടാഗ് വന്നിട്ട് 299 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് മാത്രമല്ല ഈ ഒരു സാധനം വന്നിട്ട് മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക് ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാം, ബ്ലഷ്, കോണ്ടൂർ, ഇത്രയും പർപ്പസ് നമുക്കിതുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മാർസിൻ്റെ ബാക്ക് ടു ബേസിക് ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ വന്നത്. 12 ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഫേസ് ടോണിനനുസരിച്ചിട്ടും കോംപ്ലക്ഷൻ അനുസരിച്ചിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഗിൽറ്ററിങ് അടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഗിൽറ്ററിങ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഒരു സ്റ്റിക്കുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഐ ഷാഡോ പാലറ്റ് മേടിക്കുന്നത്. അല്ലാതെ നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ഐ ഷാഡോ പാലറ്റ് ഇരിക്കട്ടെ. 4 വർഷത്തെ 2028 വരെ എനിക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വർത്താണ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ സാധനം ഇരിക്കുന്നത് കണ്ടിട്ട് ഞാനും ഒരു എക്സൈറ്റോടെ ആയിട്ടാണ് മേടിച്ചത്. അപ്പം ചെയ്യാം. ആണോ? അപ്പോൾ ഇതിന് സ്റ്റിക്ക് വരുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. ചുമ്മാ ഇട്ട് ഒരുങ്ങി സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. സോ നമ്മുടെ കളറിനനുസരിച്ച് ഇതെല്ലാം സംഭവം ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്കിട്ടിട്ട് അതിൻ്റെ മണ്ടേ ഗിൽറ്റ് അങ്ങനെയൊക്കെയാണ് സംഭവം ഇടേണ്ടത്. എനിക്ക് ഇടേണ്ടതൊക്കെ അറിയാം, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനൊക്കെ വരുമ്പോൾ സ്വന്തമായിട്ട് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഐ ഷാഡോ പാലറ്റിൻ്റെ റേറ്റ് 269 ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് കാർമസിയിലെ പാറ്റി ലൈനറാണ് കേട്ടോ. പീരീഡ്സിൽ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മെൻസ്ട്രൽ കപ്പ് ആദ്യത്തെ 3 ഡേയ്സിലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അപ്പോഴല്ലേ നമുക്ക് ബെഡ് ഫ്ലോ ഒക്കെ നല്ലപോലെ ഉണ്ടാവുക. പിന്നെ ഉള്ള 4 to 5 ഡേയ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അധികം സ്പോട്ടിങ് പോലെയൊക്കെയാണ്. സോ ആ ഒരു ടൈമിൽ ചുമ്മാ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ട. അല്ലെങ്കിൽ തന്നെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ആ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അത് മാത്രമല്ല ആ സമയത്ത് നമുക്ക് സാധാ പാഡ് യൂസ് ചെയ്യേണ്ട. പാഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു പാഡ് എടുത്ത് 2 ഡേയ്സിൽ വെക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാർമസിയുടെ ഒരു പാൻറ്റി ലൈനർ ഓർഡർ ചെയ്തു. സോ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കാർമസിയുടെ തന്നെ യൂസ് ചെയ്യും. കാർമസിയുടെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർത്തായിട്ട് തോന്നിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത്. സോ ഇതിനകത്ത് മെയിനായിട്ട് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ പീരീഡ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. 50 എണ്ണമാണ് ഇട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തില്ല. പീരീഡ്സിൻ്റെ സമയത്ത് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, ഇറിറ്റേഷൻ ഫ്രീ ആണ്, അങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് യൂസാണ്. ഇതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഏകദേശം പീരീഡ്സിൻ്റെ പാഡിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ബട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം വന്നിട്ട് ഒരിക്കലും നമ്മൾ പീരീഡ്സിന് യൂസ് ചെയ്യാനേ പാടില്ല. കാരണം അത്രയും ഒരു ബ്ലഡ് ഫ്ലോ കൺട്രോളും ഈ ഒരു പാൻറ്റി ലെയറിനെ കൊണ്ട് പറ്റില്ല. മെയിനായിട്ട് നമ്മൾ പാൻറ്റി ലെയർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് സ്പോട്ടിങ്ങോ ലൈറ്റ് ഡിസ്ചാർജ്, ബ്ലാഡർ ലീക്ക്, ഇത്രയൊക്കെ കാര്യത്തിനാണ് പാൻറ്റി ലെയർ യൂസ് ചെയ്യുന്നത്. പാൻറ്റി ലെയർ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം എല്ലാവരും മെൻസ്ട്രൽ കപ്പിലോട്ട് മാറുമ്പോൾ ആ ഒരു ടൈമിൽ സ്പോട്ടിംഗ് ഒക്കെ ഒന്ന് കവറേജ് എടുക്കാനായിട്ട് പാൻറ്റി ലെയർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ കാർമസിയുടെ ഈ ഒരു ലൈനറിന് 236 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. സോ ഇത്രയായിരുന്നു ഞാൻ പർപ്പിളിന് മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫേസസ് ക്യാൻഡിഡയുടെ സ്ട്രോപ്പ് ക്രീം, ഹൈഡ്രമാറ്റ് ഫൗണ്ടേഷനൊക്കെ എന്താ മേടിക്കാത്തത്? ഞാൻ ഓൾറെഡി അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അത് ഒലിവൻ്റെ ബർത്ത്ഡേയുടെ എന്നായിരുന്നു ഞാനത് മേടിച്ചത്. അത് എനിക്ക് ഭയങ്കര അധികമാണ്. അതും കൂടെ കിട്ടിയപ്പോൾ നമുക്ക് മേക്കപ്പിൽ കുറച്ചെങ്കിലും കോൺഫിഡൻസ് ആയിട്ട് വിചാരിച്ച് കുറച്ച് അഡീഷണലായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുക. അങ്ങനെയാണ് ഐ ഷാഡോ പാലറ്റ് അതേപോലത്തെ സാധനങ്ങൾ നമ്മൾ മേടിച്ചത്. അപ്പോൾ അതൊക്കെ അന്ന് ഞാൻ ആ 2 സാധനങ്ങളായതുകൊണ്ടാണ് ഞാൻ പിന്നെ അൺബോക്സ് ആയിട്ട് കാണിക്കാതിരുന്നത്. ഇപ്പം ഒരു 5-6 പ്രോഡക്റ്റുകളുണ്ടല്ലോ, ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എന്തായാലും അത് ചെയ്യാം. സോ എല്ലാവരും പറയുന്ന പോലെ അതും നല്ലൊരു പ്രോഡക്റ്റാണ്. വേണമെങ്കിൽ
അതും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തായിരുന്നു, പക്ഷേ ഞാൻ അത് ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കാണിച്ച സാധനങ്ങളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ റിവ്യൂ വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പം ഞാനിട്ട ലിപ്സ്റ്റിക്കിൻ്റെ മണ്ടയിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. അത് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഈ നമ്മുടെ എൻവൈബയുടെ ആ മിനി ലിപ്സ്റ്റിക് കൂടെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ലിപ്പിന് ഭയങ്കരധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്. സോ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ 5 ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ ബൈ ബൈ ഫ്രം അഖില ചീന മൈ സ്റ്റേ.